എടുത്ത കൈക്ക് അടിച്ചിരിക്കുന്നു. ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത്. എന്താ മോളെ? എന്താ മോളെ? മോളെ, നിങ്ങൾക്കറിഞ്ഞൂടെ നമ്മുടെ മോളെ? ഇവൾ ചന്ദ്രനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കും. കുറച്ചു ദിവസമായി ഇതൊരു പതിവല്ലേ? ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റപ്പെടുത്താതിരിക്കുന്നത്? ഞാനെന്നിവിടെ കഴിഞ്ഞോട്ടെ ഡാഡി. എന്റെ മോളെ, ഇത് നിന്റെ വീടല്ലേ? നീ ഇവിടെയല്ലേ കഴിയേണ്ടത് അല്ലേ? സാരി, ടേക്ക് ഇറ്റ് ഈസി. കരയാതെ വരും. വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു. എന്താ ചന്ദ്രന്റെ അഭിപ്രായം? ശരി, പഠിക്കട്ടെ. കോളേജ് തുറന്നിട്ട് 1 മാസമായില്ലേ? ഇനി ഇവിടെ എങ്ങും അഡ്മിഷൻ കിട്ടില്ല. തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ശരി, ആയിക്കോട്ടെ. അല്ല, ചന്ദ്രൻ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇറങ്ങട്ടെ. കിടക്കറയിൽ ഒരു ഭാര്യയ്ക്ക് സാധാരണ നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും. ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ്. അവർ തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല. നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ? കുറെ കൂടെ ബുദ്ധിപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായിന്ന് വരും. എന്തോ എനിക്ക് ആ വിശ്വാസം തീരെയില്ല. എന്നെക്കുറിച്ച് പ്രദീപ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, പ്രദീപിന് അങ്ങനെ ആരോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പ്രദീപിനെ അങ്ങോട്ട് കയറി പ്രേമിച്ച് 2-3 പേരെ എനിക്കറിയാം. അവരെല്ലാം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് കഴിയുക. മനസ്സ് റെഡിയായില്ലേ? 8:30 വണ്ടി. ഞാനിപ്പോ വരാം, നടന്നോളൂ. കത്ത് വന്നില്ലായിരുന്നെങ്കിൽ മോളെ തനിച്ചു വിട്ടിട്ട് പോയില്ലായിരുന്നു. മറ്റന്നാ വരാം. നാളെ തന്നെ വന്നോളി. അമ്മച്ചി വിടില്ല. കഴിയുന്നതും വേഗം വരാം. ഹലോ, 3133 പ്രദീപ് ജോണിനെ ഒന്ന് വിളിച്ചായിരുന്നു. ഉടനെ മടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തത്? വിരോധമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നടക്കാം. പിന്നൊരു കാര്യം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുഖം വലിച്ചിട്ട് വെക്കരുത്. എന്താ? ഇതാണ് എന്റെ ആശ്രമം. ഇവിടെ മനുഷ്യരെ താമസിക്കുന്നു. അവര് താമസിക്കാത്തതാണ് എനിക്കിഷ്ടം. വരൂ.
എന്തിനാ ഇത്രയും വലിയ ഫോർമാലിറ്റീസ്? ഇത് വീടൊന്നും അല്ലല്ലോ. ഞാനിവിടെ നിന്നോളാം. കവിയുടെ ആരാധകരായിരിക്കും ഈ ഓടുന്നത്. പാറ്റയും എലിയും പെരിച്ചാഴിയും എന്റെ രാത്രിയിലെ കൂട്ടുകാരാണ്. എത്ര നാളായി മുറിയിൽ കിടന്നിട്ട്? ആരാ ഇതൊക്കെ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നത്? ഇരിക്കൂ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. പ്രദീപ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി? എന്താ വീടിനോട് എത്ര വെറുപ്പ്? ചിലർക്ക് വീടൊരു സ്വപ്നമാണ്, ചിലർക്ക് തടവറയും. വീട് എനിക്കൊന്നും ഒരു ശ്മശാനമായിരുന്നു. എനിക്ക് തിരിച്ചറിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു. ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചോരയിൽ കുളിച്ച് ബോധമറ്റ് കിടക്കുന്ന അമ്മയെ കണ്ടു. അച്ഛനെന്നും ക്രൂരനായിരുന്നു. അമ്മയുടെ മരണശേഷം അച്ഛൻ പണം തരും, കടം വീട്ടുന്നത് പോലെ. വിവരങ്ങൾ അന്വേഷിക്കും, ഒരു യന്ത്രത്തെ പോലെ. എനിക്ക് ആരെയും സ്നേഹിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്കറിയാം. രമണിക്കറിയോ? വത്സ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ രമണിയെ ഏതർത്ഥത്തിലാണ് സ്നേഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിലുമല്ലെന്ന്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ നരകമാണ്. എന്താ മോളെ ഇത്? കോളേജിൽ സമരവും മറ്റുമാണോ? പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ആ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ? മെസ് എങ്ങനെ? ഇഷ്ടമാണോ മോക്ക്? ഓ, അപ്പൊ ഹോസ്റ്റലും അടുത്തു അല്ലേ? മാഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു. ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കാണാൻ ചിലപ്പോ കോളേജിൽ വരും. ഇനി വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് കാണാം. ഓ ചെല്ല്. 2 കൊല ഏത്തപ്പഴം കൂടെ കാഴ്ചവെക്കും. കേരള വണ്ടിയിൽ അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ? നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടിയുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അനിയത്തി ഉണ്ടല്ലോ. ഹോസ്റ്റൽ ഗോസിപ്പ് പറഞ്ഞിരിക്കട്ടെ, ഞാൻ നേരത്തെ വരാം. ഇന്ന് ഏതായാലും പ്രിയതമനെ മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. എടാ അലവനതി, കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ സൂചി കച്ചവടം? കേറ് കേറ്. മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായി ഭജനയല്ലേ, തീരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രാട്ടം കൊണ്ടുവരും.
ദീപാരാധനയ്ക്ക് സമയമായി, വാ പോവാ. ഞാൻ വരുന്നില്ല. മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നീയും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ, നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. ചേട്ടാ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ.